നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ലൊക്കേഷൻ മാപ്പ് ഇവിടെ വരെ കാണിക്കുന്നുള്ളൂ. കരടനങ്ങളുടെ ജീപ്പ് എവിടെയുണ്ട്? അവര് ഈ ഭാഗത്ത് എവിടെയോ ആണ്. വാ നമുക്ക് പോയി നോക്കാം. എനിക്ക് ഒട്ടും വയ്യ, തല ചുറ്റുന്നു, ഞാൻ ചിലപ്പോ വീണു പോവും. ഒന്നും പേടിക്കണ്ട, അയാളെ തിരക്കിയാ ഞങ്ങള് വന്നത്. കുട്ടിയെ നോക്കാനാ എന്നെ ഇവിടെ നിർത്തിയത്. നീ ഓക്കേ അല്ലേ? ഇങ്ങോട്ട് വാടാ. ഇവനെ ഞാനിങ്ങ് പൊക്കി. ശ്രേയക്ക് എന്തോ അസ്വസ്ഥത ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ആളെ നിർത്തിയിട്ടുണ്ടായിരുന്നു ശ്രേയ നോക്കാൻ. തീരെ വയ്യെങ്കിൽ നമുക്ക് ശ്രേയ ആശുപത്രി കൊണ്ടുപോവാം. എന്താ കൃഷ്ണ, നിനക്ക് അമ്മയെ കൊല്ലണ്ടേ? എന്നെയും തീർത്ത് കളയണ്ടേ? എന്താ തീർക്കുന്നില്ലേ? ഈ കൊച്ചിനെ ഓർത്താ ഇല്ലെങ്കിൽ നിനക്കോ നിന്റെ പോലീസുകാർക്കോ കൃഷ്ണന്റെ പൊടി പോലും കിട്ടില്ല. ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങിയത് തന്നെ അവരെ ആ സുമംഗലെ തീർക്കാനാ. സാരമില്ല, ഇതിപ്പോ വലിയ ശിക്ഷയൊന്നും കിട്ടില്ല. ഞാൻ തിരിച്ചു വരുന്നവരെ ദിവസം എണ്ണിക്കൊള്ളാൻ പറ അവരോട്. നിന്റെ പ്രസംഗമൊന്നും ഇവിടെ വേണ്ട. ദർശന ശ്രേയം കൊണ്ട് സാവകാശം വന്നാൽ മതി. ഞാനിവനെ ലോക്കൽ പോലീസിനെ ഏൽപ്പിക്കട്ടെ. പാടാങ്ങട്ടെ. ദർശനേ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ശരീരമാകെ ഒരു വല്ലായ്മ പോലെ. നമുക്കേ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം ആദ്യം. അത് കഴിഞ്ഞ് തീരുമാനിക്കാം എവിടെ പോണോന്ന്. എന്താ പവിത്രന്റെ അടുത്ത് പോണെന്നാണ് നീ പറയുന്നത്? അതിലും നല്ലത് നിന്നെ കൊളുന്തുമലയുടെ മുകളിലെത്തിക്കുന്നതാ. വേണ്ട, അച്ഛൻ്റെ അടുത്ത് പോണ്ട എനിക്ക്. ദർശനേ, എനിക്ക് നിഖിലിനെ കാണണം. നല്ല കാര്യം, അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. ആദ്യം ഹോസ്പിറ്റലിലേക്ക് പോ. ഇത് സാർ ഒന്ന് പിടിച്ചേ. ശ്രേയ ഇരിക്കൂ. ശ്രേയയുടെ ബൈസ്റ്റാൻഡറെ വിളിച്ചോളൂ. ശരി. ദർശന, ഡോക്ടർ ഇപ്പോ എവിടെയാണോ? അതെ. ദർശന ഇരിക്ക്. വാട്ട് എ കോഇൻസിഡൻസ്. എന്നെ വിടില്ലെന്ന് തന്നെയല്ലേ? ഡോക്ടർ പഴയ ഹോസ്പിറ്റലിൽ നിന്ന് മാറിയോ? ശശീന്ദ്രൻ ഡോക്ടറായിരുന്നു ആ ഹോസ്പിറ്റലിലെ ചീഫ്. അയാളെ അറിയാലോ, പവിത്രൻ സാറിന്റെ സ്വന്തം ആളാ. കാശ് കിട്ടുമെന്ന് കണ്ടാൽ രോഗിയോ രോഗമോ ഒന്നും അയാൾക്ക് പ്രശ്നമല്ല. പ്രൊഫഷനിലോ ലൈഫിലോ ഒരു എത്തിക്സും കീപ്പ് ചെയ്യാത്ത മനുഷ്യനാ. പവിത്രനും അയാളും ചേർന്നല്ലേ അന്ന് എന്നെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ചത്. ഇതെന്താ കേസ്? ഇത് ശ്രേയ, ഷീസ് പ്രഗ്നന്റ്. ഇവള് വീട്ടിൽ വെച്ച് പ്രഗ്നൻസി കിറ്റ് വാങ്ങി സ്വയം പരിശോധിച്ചറിഞ്ഞതാ. കൂടുതൽ ടെസ്റ്റോ ഡോക്ടറെ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. മാരീഡ് ആണല്ലോ അല്ലേ? അതെ. അതും ആരെയും അറിയിക്കാതെ അമ്പലത്തിൽ വെച്ച് വിവാഹിതരായവരാ. ശ്രേയയും നിഖിലും തമ്മില്. ഒഫീഷ്യലി ഇവരുടെ മാരേജ് ഉടനെ രജിസ്റ്റർ ചെയ്യും. അന്ന് ഹൽദിയൊക്കെ നടത്തിയത് മറ്റൊരു കുട്ടിയായിരുന്നല്ലേ? ഡോക്ടർ തന്നെ കണ്ടതല്ലേ ഹൽദിയുടെ ഇടയ്ക്ക് നടന്ന ഇഷ്യൂസ് ഒക്കെ. യെസ്. ഞാൻ ചെയ്ത അപരാധം പറഞ്ഞ് ഒന്ന് കൺവിൻസ് ചെയ്യാൻ അന്ന് ഞാൻ കുറെ പിന്നാലെ നടന്നു. അതിനിടയ്ക്ക് റിവോൾവറുമായി ഒരുത്തൻ
എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു. ഐ റിമെമ്പർ, അന്ന് ശ്രേയെ ഞാൻ അവിടെ വെച്ച് കണ്ടിരുന്നു. ഹൽദി വീണയും നിഖിലുമായിട്ടായിരുന്നു. 3 പേരും എന്റെ ഹസ്ബൻഡിന്റെ കസിൻസാ. നിഖിലും ശ്രേയയും വീണയും. വീണയുമായിട്ടുള്ള ഹൽദിയൊക്കെ കഴിഞ്ഞിട്ടാ ശ്രേയയ്ക്കൊരു സംശയം തോന്നിയതും പരിശോധിച്ചതും പ്രഗ്നൻസി കൺഫേം ചെയ്തതും ഒക്കെ. നിഖിലും ശ്രേയയും നേരത്തെ പരസ്പരം സ്നേഹിച്ചവരാണെന്നും വിവാഹം കഴിച്ചവരാണെന്നും ഒക്കെ ഇവര് മറച്ചുവെച്ചു. ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ഇവൾ ആരോടും പറയാതെ സൂയിസൈഡ് ചെയ്യാനാ ശ്രമിച്ചത്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. വിശദീകരിച്ച് ബോറടിപ്പിക്കുന്നില്ല. അത് ഞാൻ കണ്ടതാണല്ലോ. ഓരോ ഇൻസിഡൻസും സോൾവ് ചെയ്യാൻ ഓടി നടക്കുന്ന ദർശനെ. ശ്രേയയെ അതിനിടയ്ക്ക് ചില തൽപര കക്ഷികൾ തട്ടിക്കൊണ്ടുപോയി. ആരാ അതിന്റെ പിന്നിലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അന്വേഷിക്കാൻ പോലീസുണ്ട്. ഇപ്പോഴും അവളെ കണ്ടുപിടിച്ചത് പോലീസാ. ഞങ്ങളും ഉണ്ടായിരുന്നു. ഹസ്ബൻഡിന്റെ ചിറ്റപ്പനിയതി സിയയും ഇതങ്ങളും പുറത്തുണ്ട്. ഇവളെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നപ്പോഴാ പെട്ടെന്ന് ഇവള് ഫെയിന്റ് ആയത്. വൊമിറ്റിങ്ങും ക്ഷീണവും ഒക്കെ ഉണ്ട്. നല്ല വിളർച്ചയുണ്ട്. BP ഒക്കെ നോർമലാ. കുറച്ച് ടെസ്റ്റുകളൊക്കെ നടത്തണം. പ്രഗ്നൻസി അറിഞ്ഞ നിമിഷം മുതൽ ഇതുവരെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഒരുമാതിരി ഭ്രാന്തി പിടിച്ചിട്ടുള്ള ഓട്ടമായിരുന്നു. മറ്റുള്ളവരറിഞ്ഞ അവരെങ്ങനെ പെരുമാറും, എല്ലാവരും അറിയുമ്പോഴുള്ള നാണക്കേട്. പിന്നെ വീണയുമായി നിഖിലിന്റെ മാരേജ് മുടങ്ങും. ചിലതൊക്കെ ഇവളുടെ തോന്നല. ഒരു ഫുൾ ബോഡി ടെസ്റ്റ് നടത്താം. പിന്നെ സ്കാൻ ചെയ്യണം. എയർലി സ്റ്റേജ് അല്ലേ, നല്ല കെയർ വേണം. ഏതായാലും ഇന്നൊരു ദിവസം ഇവിടെ കിടക്കട്ടെ. ദർശനം ഇവിടെ ഉണ്ടാവുമല്ലോ. നമുക്ക് എനിക്ക് തനിച്ചൊന്ന് കാണണം. ശ്രേയ ഡോക്ടർ അഡ്മിറ്റ് ചെയ്തു. കുറച്ച് ടെസ്റ്റ് ഒക്കെ നടത്താനുണ്ട്. പിന്നെ അവക്ക് നല്ല വിളർച്ചയും ക്ഷീണവും ഒക്കെ ഉണ്ട്. അങ്കിള് വീട്ടിൽ ചെന്ന് അമ്മയോട് കാര്യം പറയണം. ഞാനിന്ന് ശ്രേയയുടെ കൂടെ ഇവിടെ നിൽക്കുക. അത് രൂപേഷ് ചേട്ടനോടും പറയണം. ആരെങ്കിലും ഒരാളിവിടെ വേണം. ഒന്നാമത് പവിത്രൻ സാറ് വെന്ത കപ്പ ഉള്ളിൽ ചെന്ന പോലെ നടക്കുന്നുണ്ട്. ഇവിടെ എങ്ങാനും ശ്രേയ ഉണ്ടെന്ന് അറിഞ്ഞ ഇവിടെയും വരും. ഇനി എന്തിനാ ദർശനെ അവനെ സാറേ എന്നൊക്കെ വിളിക്കുന്നത്?